ഹായ് സുഹൃത്തുക്കളെ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിർത്തിയത് പൈനാപ്പിളിനെ കുറിച്ചാണ്. പൈനാപ്പിളും അതിൽ ഇടപെടുന്ന കർഷകരും അതിനെക്കുറിച്ചാണ് പറഞ്ഞു നിർത്തിയത്. പക്ഷേ എനിക്ക് പറയാനുള്ള ഒന്നാണ്, ഈ വേനൽക്കാലത്ത് നിങ്ങൾക്ക് ഏറ്റവും രുചികരവും അതുപോലെ ശരീരത്തിന് ക്ഷീണം തട്ടാത്തതുമായ ഒരു ഫ്രൂട്ട്സാണ് പൈനാപ്പിൾ. എല്ലാവരും അത് ജ്യൂസൊന്നും അടിക്കേണ്ട, പൈനാപ്പിൾ മുറിച്ച് കഴിക്കുന്ന നല്ല വിശപ്പിനും ദാഹത്തിനും നല്ലൊരു ഫ്രൂട്ട്സാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ ഈ കർഷകരെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിർത്തി. അവരുടെ ഇപ്പോൾ പൈനാപ്പിൾ വിലയുണ്ടെന്ന് പറയുമല്ലോ, പക്ഷേ വിലയില്ലാത്തപ്പോൾ അവർ ജീവിക്കുന്ന ഒരു ജീവിതമുണ്ട്. അതായത് എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, 4 ഏക്കർ കൃഷി ചെയ്ത് കാഞ്ഞിരപ്പള്ളിയിൽ അദ്ദേഹത്തിൻ്റെ വീട് വരെ വിൽക്കേണ്ട സാഹചര്യം ഉണ്ടായി. എല്ലാവരും ഒന്നും പൈനാപ്പിൾ കൊണ്ട് രക്ഷപ്പെടുന്ന ആൾക്കാരല്ല. ഞാനിന്നലെ നിൽക്കുന്ന ഒരു പൈനാപ്പിൾ തോട്ടത്തിലാണ്. മഴയൊക്കെ പെയ്തു, ചെറിയ കുളിർമ, ആ ഒരു അന്തരീക്ഷമായി. നമ്മുടെ മെഗാ പ്ലസ് നിങ്ങൾ മരുന്നൊഴിക്കുമ്പോൾ ഈ തോട്ടത്തിൽ ഉപയോഗിച്ചേക്കുന്നതാണ്. നിങ്ങൾ മെഗാ പ്ലസ് ഉപയോഗിക്കുക, മരുന്ന് ഒഴിക്കുമ്പോൾ ഉപയോഗിക്കുക. അതുകൂടാതെ നിങ്ങൾ ചക്കയ്ക്ക് മരുന്ന് അടിക്കുമ്പോഴും മെഗാ പ്ലസ് ഉപയോഗിക്കുക. അതിൻ്റെ ഗുണങ്ങൾ ഉപയോഗിച്ചവർക്കറിയാം, ഞാൻ പറഞ്ഞിട്ട് വലിയ കാര്യമില്ലല്ലോ. എല്ലാവരും മെഗാ പ്ലസ് ഉപയോഗിക്കുക. പൈനാപ്പിളിനെ കുറിച്ച് ഞാൻ വീണ്ടും വരാം. എല്ലാവർക്കും ഹായ്.